ഹായ് ഹലോ നമസ്കാരം. സിബി കലിംഗൽ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2024 മെയ് 21 ഇടവമാസം 7-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നാണ് വള്ളുവനാട്ടിലെ ഏറ്റവും അവസാനത്തെ പൂരം എന്നറിയപ്പെടുന്ന പോത്തുകഴിക്കാവ് പൂരം. പോർക്കുഴിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. വള്ളുവനാട്ടിലെ ഏറ്റവും അവസാനത്തെ പൂരം ആയ സ്ഥിതിക്ക് തന്നെ നമ്മൾ നേരത്തെ തന്നെ കാവിലെത്തി. കുന്തിപ്പുഴയുടെ തീരത്തുള്ള കാവായതുകൊണ്ട് തന്നെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ കാവിൽ വന്നാലും പുഴയോരത്തിറങ്ങിയാലും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പൂരനാൾ രാവിലെ തൊഴുകാൻ വേണ്ടിയിട്ടും പിന്നെ അല്ലാതെ നമ്മൾ കോലം വയ്ക്കുന്ന ചടങ്ങുണ്ട്, പിന്നെ വെറ്റിലെറിയുന്ന ചടങ്ങുണ്ട്, പായസം വയ്ക്കുന്ന ചടങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജന തിരക്ക് തന്നെ രാവിലെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ കൂത്തുമാടം ഗ്രൗണ്ടിൽ, ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലുള്ള കൂത്തുമാടം ഗ്രൗണ്ടിൽ കഞ്ഞിപാർച്ചയും ചടങ്ങുണ്ട്. കഞ്ഞിപാർച്ചയ്ക്കും ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട്. വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള കഞ്ഞിപാർച്ചയിൽ ഒരുപാട് ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. നമ്മളും തന്നെ കഞ്ഞിപാർച്ചയിൽ കഞ്ഞി രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രസാദം കഞ്ഞി കഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം നൽകുന്നൊരു ഫീലാണ്. നമ്മൾ വന്നപ്പോൾ വലിയ വരിയൊന്നും ഉണ്ടായിരുന്നില്ല, അധികം നീളമൊന്നും ഉണ്ടായിരുന്നില്ല വരിക്ക്. അപ്പോൾ നമ്മൾ നേരം വരി നിന്ന് കഞ്ഞിയും പുഴുക്കും വാങ്ങി കഞ്ഞിയും പുഴുക്കും കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് തെക്കിൻ്റെ തേവരെ കാണാൻ വേണ്ടിയിട്ടാണ്. സാക്ഷാൽ തൃക്കടവൂർ ശിവരാജു. അധികം നമ്മുടെ നാട്ടിൽ ഈ ഭാഗത്തേക്കൊന്നും അല്ലാണ്ട് അധികം എത്താത്ത ഒരു ആനയാണ് തൃക്കടവൂർ ശിവരാജു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവരാജുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ 2 വർഷം പൂരത്തിന് നമ്മൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കൊണ്ടുവന്ന കുമരമുത്തൂർ യുവജന സംഘമാണ് ഈ പ്രാവശ്യം തൃക്കടവൂർ ശിവരാജിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വീകരണമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേനും സ്വീകരണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ സ്വീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോത്തോളി ദേശവേലയുടെ പുതുപ്പള്ളി കേശവൻ്റെ സ്വീകരണം ഒരുക്കുന്നുണ്ട് എന്ന് കേട്ടു. അപ്പോൾ നമ്മൾ നേരെ പുതുപ്പള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ പോയി. നമ്മൾ എത്തിയ സമയം കറക്റ്റ് തന്നെയായിരുന്നു. ഗജഭീമൻ സാക്ഷാൽ പുതുപ്പള്ളി കേശവൻ പോത്തോളി ദേശവേലിക്ക് വേണ്ടി തിടമ്പേറ്റാൻ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കമ്മിറ്റിക്കാരും അവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും കൂടിയിട്ട് ആവേശത്തോടു കൂടി ബൈക്ക് റാലിയോട് കൂടിയാണ് പുതുപ്പള്ളി കേശവനെ സ്വീകരിച്ചത്. പുതുപ്പള്ളി കേശവനെ പറ്റി വല്ലാതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഗജഭീമൻ എന്നറിയപ്പെടുന്ന പുതുപ്പള്ളി കേശവൻ നെറ്റിപ്പട്ടവും തളമ്പോയുള്ള നിൽപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു പൂരത്തിൻ്റെ കാഴ്ച അത്രയും മനോഹരമാക്കി തീർക്കുന്ന ഒരു ഗജഭീമൻ തന്നെയാണ് പുതുപ്പള്ളി കേശവൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും പുതുപ്പള്ളി നേരെ തൊട്ടപ്പുറത്തുള്ള ചെറിയ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറി. കാരണം പൂരനാളാണ്, ഒരുപാട് വണ്ടികൾ വരുന്ന സമയമാണ് രാവിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിലേക്ക് മാറി നിന്നു. ഗ്രൗണ്ടിലേക്ക് വന്നതും തലയെടുപ്പോടുള്ള നൃത്തം. കാരണം ഫോട്ടോ പോസിങ്ങിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ചുറ്റുമുണ്ടായിരുന്നു. പിന്നെ പുതുപ്പള്ളിയോട് ചേർന്ന് നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുത്തു. അതിനുശേഷം അവനുള്ള സ്വീകരണം ഔദ്യോഗികമായിട്ട് അവിടെ നടന്നു. ആ സ്വീകരണത്തിന് ശേഷവും കുറച്ചു നേരം കൂടി അവൻ്റെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ആ നൃത്തം, തലയെടുപ്പൊടിയുള്ള നൃത്തം നമ്മൾ കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് നേരെ മാറ്റി തൊട്ടപ്പുറത്ത് സ്കൂളിൻ്റെ താഴെ ഗ്രൗണ്ടിലേക്ക് അവനെ മാറ്റി അവിടെ പോയി നന്നായിട്ടൊന്ന് കുളിച്ചതിന് ശേഷം കുറിയൊക്കെ തൊട്ട് ഒരു കുറച്ച് നേരം വിശ്രമം. കാരണം 2 മണിക്കാണ് വേല ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ അതുവരെ അവനുള്ളൊരു വിശ്രമ സമയം അവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ നേരെ അവൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ തെക്കിൻ്റെ തേവരുടെ അടുത്തേക്ക് പോവുകയാണ്. കാരണം നമ്മൾ തെക്കിൻ്റെ തേവർ നമ്മൾ ഈ ഭാഗത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ അധികമൊന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ നേരെ തെക്കിൻ്റെ തേവരെ കാണാൻ വേണ്ടി പോവുകയാണ് വീണ്ടും. അങ്ങനെ നമ്മൾ വീണ്ടും തൃക്കടവൂർ ശിവരാജിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അവൻ നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളും കുറച്ച് നേരം ആ കാഴ്ച നോക്കിയിരുന്നു. കാരണം ഒരു കരിവീരൻ തന്നെയാണ്, നല്ലൊരു കരിവീരൻ തന്നെയാണ് തൃക്കടവൂർ ശിവരാജു. അപ്പോൾ അവൻ്റെ ആ അഴക് നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോൾ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് പൊട്ടെല്ലാം തൊട്ട് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അവിടെ ഒരു വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇവന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് നേരെ ചുങ്കത്തുള്ള വിഷ്ണു അമ്പലത്തിൽ നിന്നാണ് വേല പുറപ്പെടുക. തിടമ്പ അവിടെ നിന്നാണ് തിടമ്പെടുക്കുക. അപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവനെത്തുമ്പോഴേക്കും അവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറച്ച് പഴമൊക്കെ കഴിച്ച് അവിടെ നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചുങ്കത്തുള്ള വിഷ്ണു അമ്പലത്തേക്കുള്ള നടത്തമായി. പിന്നെ
അങ്ങനെ ചുങ്കത്തുള്ള വിഷ്ണുമ്പലത്തിലെത്തി. വിഷ്ണുമ്പലത്തിൽ എത്തിയപ്പോൾ തിടമ്പ് പൂജ കഴിഞ്ഞു. തിടമ്പെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി തിടമ്പ് എടുക്കുന്നതിന് വേണ്ടി നെറ്റിപ്പട്ടം കെട്ടണം, മാല കെട്ടണം, അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ ബാക്കിയുണ്ട്. അവനങ്ങനെ അതിലേക്ക് കിടന്നു. തെക്കിൻ്റെ തേവർ എന്നറിയപ്പെടുന്ന തൃക്കടൂർ ശിവരാജു അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് തിടമ്പിന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന അവൻ്റെ ശിരസിലേക്ക് ഇതാ കമ്മിറ്റിക്കാർ ആവേശത്തോടു കൂടിയിട്ട് തിടമ്പ് കൊണ്ടുവരികയാണ്. രണ്ടായിരത്തി 2024 പോത്തുകൽക്കാവ് പൂരത്തിന് കുമരമ്പത്ത് യുവജന സംഘത്തിന് തിരമ്പുമായി സാക്ഷാൽ തൃക്കടൂർ ശിവരാജു അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ പോത്തുകൽക്കാവിലേക്ക് പോവുകയാണ്. കാരണം മറ്റു ഗജവീരന്മാരുടെ കാഴ്ചകൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മൾ പോകുന്ന വഴിക്കാണ് പെരുമ്പാടി ദേശവേലയും പോത്തുകൽക്കാവ് ദേശവേലയും കാഞ്ഞിരമ്പാടം ദേശവേലയൊക്കെ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ആ വേലകളൊക്കെ നമ്മൾ കണ്ടു. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പൊട്ടുതൊട്ട് നിൽക്കുന്ന ഗജവീരനായ പുതുപ്പള്ളി കേശവനെ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പുമായി നിൽക്കുന്ന പുതുപ്പള്ളി കേശവൻ സാക്ഷാൽ ഗജഭീമൻ നിൽക്കുന്ന കാഴ്ച, ആ ഒരു തലയെടുപ്പോടെയുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ കാവിലെത്തി. കാവിൻ്റെ നേരെ മുന്നിലുള്ള കൂത്തുമാടൻ ഗ്രൗണ്ടിലാണ് എല്ലാ കരിവീരന്മാരും വന്ന് നിൽക്കുക. ആദ്യമായി കൂത്തുമാടൻ ഗ്രൗണ്ടിലേക്ക് എത്തിയത് കുമരമ്പത്തൂർ വടക്കൻ വേലയാണ് ആദ്യമായിട്ട് കൂത്തുമാടൻ ഗ്രൗണ്ടിലെത്തിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട തൃക്കടൂർ ശിവരാജു കുമരമ്പത്തൂർ യുവജന സംഘത്തിൻ്റെ തിടമ്പുമായിട്ട് തൃക്കടൂർ ശിവരാജു വരാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നേരം സന്ധ്യയായി. ഓരോ ദേശവേലകൾ ഓരോന്നായിട്ട് നമ്മൾ കൂത്തുമാടൻ ഗ്രൗണ്ടിലേക്ക് വന്നു തുടങ്ങി. ഇത്തവണ ദേശവേലകളെല്ലാം കുറച്ച് സമയം വൈകിപ്പോയോ എന്നൊരു സംശയം തോന്നി നമുക്ക്.
കൂത്തുമാടം ഗ്രൗണ്ടിലേക്ക് ഓരോ ദേശവേലകൾ എത്തുന്നതോടുകൂടി തന്നെ അത്രയും ജനത്തിരക്കും കൂടിക്കൂടി വന്നു. അതിനു പുറമെ നന്നായിട്ട് മഴയും പെയ്തു. നല്ല ശക്തമായ മഴ തന്നെയായിരുന്നു പെയ്തത്. പക്ഷേ മഴയ്ക്ക് പൂരത്തിൻ്റെ ആവേശത്തൊട്ടും തന്നെ തളർത്താൻ പറ്റിയില്ല. ഓരോ കരിവീരന്മാർ വരുമ്പോഴും അത്രയും ആവേശത്തോടു കൂടിയാണ് പൂരപ്രേമികളെ അവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിശക്തമായി പെയ്ത മഴയ്ക്ക് ഒരു അംശം പോലും പൂരാവേശം തളർത്താൻ പറ്റിയില്ല. എല്ലാ കരിവീരന്മാരും എല്ലാ ദേശവേലകളും കൂത്തുമാടം ഗ്രൗണ്ടിൽ നിരന്നു നിന്നു. അതിനുശേഷം എല്ലാവരും ഓരോ ദേശവേലകൾ ഓരോന്നായി ക്ഷേത്രമുറ്റത്തേക്ക് നീങ്ങി തുടങ്ങി. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ തലയെടുപ്പിൻ്റെ തമ്പുരാനായ മംഗലാകുന്നുകാരനെയും ഈയിടെ നമ്മൾ വിട്ടുപോയ മംഗലാകുന്ന അയ്യപ്പനെയെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ക്ഷേത്ര മൈതാനിയിൽ കണ്ടു. അയ്യപ്പൻ്റെ വേർപാടൊന്നും നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നമുക്ക് എന്താ പറയുക കുറച്ച് വേദനകളുണ്ടാക്കി. 2023 കഴിഞ്ഞ വർഷം ഇതേ കൂത്തുമാടം ഗ്രൗണ്ടിൽ സാക്ഷാൽ മംഗലാകുന്ന അയ്യപ്പൻ തിടമ്പുമായി ഉണ്ടായിരുന്നു. ഈ വർഷവും ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷേ പെട്ടെന്ന് അവൻ നമ്മളെ വിട്ടുപോയി. അപ്പോൾ സാക്ഷാൽ മംഗലാകുന്ന അയ്യപ്പൻ്റെ ഓർമ്മക്ക് മുന്നിലും സാക്ഷാൽ മംഗലാകുന്നകാരൻ്റെ ഓർമ്മക്ക് മുന്നിലും നമ്മൾ ശിരസ്സ് നമിച്ചുകൊണ്ട് ഈ വർഷത്തെ പൂരത്തിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.